I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. ഇന്നലത്തെ ബഡ്ജറ്റിലെ 12 ലക്ഷം രൂപ വരെ ടാക്സ് വേണ്ട എന്ന നാടകം അതൊരു സ്കാമാണ്. ഐ വിൽ പ്രൂവ് ഇറ്റ്. പോയിന്റ് നമ്പർ 1, 12 ലക്ഷം രൂപ വരെ സാലറി വാങ്ങുന്നവർക്ക് ലീഗലി ടാക്സ് സേവ് ചെയ്യാൻ ഇതുവരെയുള്ള നിയമത്തിലും ഒരുപാട് ടാക്സ് പ്ലാനിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. അലവൻസസ്, സെക്ഷൻ 80 ഡിഡക്ഷൻസ്, HRA ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്താൽ 12 ലക്ഷം ഉണ്ടാക്കുന്നവന് ടാക്സ് അടക്കേണ്ട ആവശ്യം ശരിക്കും ഇല്ലായിരുന്നു. ഇത് സർക്കാരിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് 12 എന്നൊരു വാല്യൂ തന്നെ ഗവൺമെന്റ് ചൂസ് ചെയ്തത്. സോ 12 ലക്ഷം സാലറി ഉള്ള നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇത്രയും കാലം ഇൻകം ടാക്സ് അടപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയെ മാറ്റാൻ സമയമായി എന്ന ഇൻഡിക്കേറ്റർ കൂടിയാണ് അത്. പോയിന്റ് നമ്പർ 2, ഈ 12 ലക്ഷം ലിമിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ന്യൂ ടാക്സ് റെജീം സെലക്ട് ചെയ്യണം. ന്യൂ റെജീം സെലക്ട് ചെയ്താലുള്ള പ്രശ്നം എന്താ? പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇൻകം ടാക്സിലെ അലവൻസസ്, ബെനിഫിറ്റ്സ്, ഡിഡക്ഷൻസ് ഇതൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പോയിന്റ് നമ്പർ 3, മിഡിൽ ക്ലാസ്സുകാരന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മാറ്റം എന്ന് ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നവരിൽ മിഡിൽ ക്ലാസ്സുകാരില്ലേ? ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യുന്നവരിൽ മിഡിൽ ക്ലാസ്സുകാരില്ലേ? അവർക്കൊന്നും എന്തേ ഈ ബെനിഫിറ്റ് സർക്കാർ കൊടുക്കാത്തെ? ചുരുക്കി പറഞ്ഞാൽ ഇത് സർക്കാരിന്റെ വക ഒരു കണ്ണിൽ പൊടിയിടൽ പരിപാടിയാണ്. അതുപോലും മനസ്സിലാക്കാണ്ട് ഇന്ത്യയിലെ കുറെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് കാണുമ്പോൾ ഐ ഫീൽ പിറ്റി ഫോർ ദം. നിങ്ങൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ടാക്സിന്റെ കളികളെ കുറിച്ച് അറിയാൻ ശ്രമിക്കണം. ഒന്നും കാണാണ്ട് നമ്മുടെ സർക്കാർ ഇങ്ങനൊരു സാധനം കൊണ്ടുവരില്ലല്ലോ. താങ്ക് യു.